Question number 20. Integral x minus 3 into e raised to x divided by x minus 1 the whole cube dx. ഇവിടെ e raised to xനെ ഫസ്റ്റ് എഴുതി, പിന്നെ x minus 3 by x minus 1 the whole cube dx. നമ്മൾ ഈ ഫംഗ്ഷനെ ഒന്ന് അറേഞ്ച് ചെയ്യും. അതായത് ഡിനോമിനേറ്ററിൽ x minus 1 അല്ലേ, അപ്പം -3 നമുക്ക് എങ്ങനെ എഴുതാം? -1 -2 എന്ന് എഴുതാമല്ലോ. ഇനി എക്സ് മൈനസ് 1നെ ഒരു ടേമായിട്ടും ഈ -2നെ വേറൊരു ടേമായിട്ട് കൺസിഡർ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഡി എക്സ്. ഇവിടെ ഒരു എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ആകുമ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ്. 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -2 ബൈ എക്സ് ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടുത്തെ ഈ ടേമിനെ നമുക്ക് ഇതാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാമല്ലോ. ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 1 എന്നുള്ളത് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് -2 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഡി എക്സ് എന്ന് എഴുതും. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് എന്നുമായി, ഇത് എഫ് ഡാഷ് എക്സുമായി. അങ്ങനെയാണ് ഈ ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. അതായത് ഇ റേസ് ടു എക്സ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x സൈൻ എക്സ് ഡി എക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ, ഒന്ന് ചെയ്ത് പഠിക്കണം. ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇ റേസ് ടു 2x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്, അത് ഇത് നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അപ്പോൾ ട്രിഗണോമെട്രിയാണ് ആദ്യം വരുന്നത്. അപ്പോൾ സൈൻ എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇ റേസ് ടു 2xനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കും. അപ്പം സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x ബൈ 2 ഡി എക്സ് എന്ന് എഴുതും. ഇനി ഇ റേസ് ടു 2x ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ്, ഇവിടെ പിന്നെയും നമുക്ക് ഏത് ഫോം വന്നു? കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x എന്നുള്ള ആ ഫോം വന്നു. ഇവിടെയും കോസ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇ റേസ് ടു 2xനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുത്ത് വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇ റേസ് ടു 2x ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് 1/2 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു 2x ബൈ 2 ഡി എക്സ്. ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ സൈനിന് പുറത്തെടുക്കാം. I equal to e raised to 2x by 2 sin x minus 1/2 into e raised to 2x by 2 cos x plus integral e raised to 2x by 2 sin x dx. ഇവിടെ 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? e raised to 2x into sin x. ഇതിന് നമ്മൾ ഐ എന്നുള്ള ഇതിൽ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ ടേമിൽ ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x sin x dxന് പകരം ഐ എന്ന് എഴുതാം. ഇവിടെ ഈ 1/2 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഈ 1/2 ഇൻറ്റു 1/2 1/4 എന്ന് വരും. ഇനി എന്നിട്ട് ഇൻ്റഗ്രൽ ഇ റേസ് ടു 2x സൈൻ എക്സ് ഡി എക്സിന് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യണം? ഇവിടെയും ഐ ആണ് കിടക്കുന്നത്. നമ്മൾ ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് -1/4 ഐ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഐ പ്ലസ് 1/4 ഐ ഈക്വൽ ടു ഇ റേസ് ടു 2x ബൈ 2 സൈൻ എക്സ് മൈനസ് 1/4 ഇ റേസ് ടു 2x കോസ് എക്സ് എന്ന് എഴുതും. രണ്ടിലും ഇ റേസ് ടു 2x കോമൺ ആയിട്ടുണ്ട്. പിന്നെ എൽ സി ആയിട്ട് 4 എടുക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ഇ റേസ് ടു 2x ബൈ 4 ഇൻറ്റു 2 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇതിവിടെ എൽ സി എടുക്കുമ്പോൾ 5y ബൈ 4 ഈക്വൽ ടു എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഐ ഈക്വൽ ടു 4/5 ഇൻറ്റു ഇ റേസ് ടു 2x ബൈ 4 ഇൻറ്റു 2 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് വരും. 4ഉം 4 ക്യാൻസൽ ആകുമ്പോൾ ഇ റേസ് ടു 2x ബൈ 5 ഇൻറ്റു 2 സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒരു സൈനിലെ ഫംഗ്ഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്ന് പറയുന്നത് മാറിയിട്ട് ആ ഒരു വരുന്ന വേരിയബിൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എക്സിന് ടാൻ ടി എന്ന് കൊടുത്തു. അപ്പം 2 ടാൻ ടി ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 2x എന്ന് പറയുന്നത് 2 tan x ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 sin t ബൈ 1 പ്ലസ്
ഇവിടെ എക്സിൽ നമ്മൾ വേരിയബിളിനെ ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറും എന്ത് വേണം, ടിയിൽ വേണം. അപ്പോൾ ഡി എക്സ് എന്ന് പറയുമ്പോൾ സീക്ക് സ്ക്വയർ ടി ഡി ടി എന്ന് വരും. അപ്പോൾ ഇത്രയും ഫംഗ്ഷന് പകരം നമുക്ക് എന്ത് എഴുതാം, സൈൻ 2t എന്ന് എഴുതാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2t എന്ന് പറയുന്നതിനെ 2t എന്ന് വരും ഇൻറ്റു സീക്ക് സ്ക്വയർ ടി ഡി ടി, അതായത് ഇൻ്റഗ്രൽ 2t ഇൻറ്റു സീ സ്ക്വയർ ടി ഡി ടി. 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ. പിന്നെ വരുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഓൾജിബ്രിക് ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും. അതിൽ ടിയെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും സീ സ്ക്വയർ ടിയെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കണം.